നമ്മുടെ ഡെത്ത് കേസസ് ഇതുവരെ 226 നിങ്ങളൊക്കെ അറിയുന്നത് പോലെ ഇന്ന് 4 എണ്ണം കണ്ടെത്തിയിട്ടുണ്ട്. ബോഡിയാണോ ബോഡി പാർട്സ് ആണോ എന്നുള്ളത് പോസ്റ്റ്മോർട്ടം കൂടി കഴിഞ്ഞ് കൺഫേം ആക്കാമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 197 ബോഡി പാർട്സ്, ടോട്ടൽ 423. ഇതിൽ മിസ്സിംഗ് പേഴ്സൺസ് 133ആയി. ബറിയൽ നടന്നത് ബോഡി 1, ബോഡി പാർട്ട് 2, ടോട്ടൽ 3ആണ്. ബ്ലഡ് സാമ്പിൾ റിലേറ്റീവ്സിൻ്റെത് കളക്ട് ചെയ്തത് DNA പ്രൊഫൈൽ 90ആണ്. കറസ്പോണ്ടിങ് പേഴ്സൺസ് 126. പ്രധാനമായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മളൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ്. ദുരന്ത ബാധിതർക്ക് അടിയന്തരമായൊരു ആശ്വാസ ധനസഹായം നൽകണമെന്നുള്ളത്. നിങ്ങളിൽ പലരും ഇക്കാര്യം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവെ നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. അതിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ ഒന്നും ബാക്കിയാകാൻ നിൽക്കുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറ്റുന്നതിന് അടിയന്തര സഹായം നൽകാൻ വേണ്ടി പൊതുവെ തീരുമാനിച്ചു. ഇവിടുത്തെ ഈ പ്രദേശത്തെ ദുരന്തബാധിതരായ എല്ലാവർക്കുമാണ് സഹായം ലഭിക്കുക. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് 300 രൂപ വീതം ദിവസവും നൽകും. ഇപ്രകാരം ഒരു കുടുംബത്തിലെ 2 വ്യക്തികൾക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാവുക. കിടപ്പ് രോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം കുടുംബത്തിൽ 3 പേർക്ക് എന്ന നിലയിൽ നൽകും. 30 ദിവസത്തേക്കാണ് ഈ തുക നൽകുക. ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി 10,000 രൂപ വീതം അനുവദിക്കും. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റു പൊതു ഉടമസ്ഥതയിലോ മാറാൻ കഴിയും വിധമുള്ള താമസ സൗകര്യം ഒരുക്കാനാകുന്ന കാര്യം ഇപ്പോൾ നമ്മൾ എല്ലാ നിലയിലും ശ്രമിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാടകയും കലക്ടർ റിപ്പോർട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത് വാടകയും നിശ്ചയിച്ച് നൽകും. ഇപ്പോൾ വാടക വീടുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു 125 നമ്പറിനടുത്തേക്ക് വാടക വീടുകളായി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് കേന്ദ്ര സംഘം വന്നു, നിങ്ങൾക്കൊക്കെ അറിയാം. കേന്ദ്ര സംഘമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. അവർ പിന്നെ സ്ഥലങ്ങൾ മുഴുവൻ സന്ദർശിച്ചു. ഇവിടെ ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെ ആഴവും വ്യാപ്തിയും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ദുരന്തബാധിത മേഖലയുടെ അടിയന്തര പുനർനിർമ്മാണത്തിന് റീകൺസ്ട്രക്ഷൻ കോസ്റ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡർബീസ് ക്ലീനിങ്, ദുരന്ത മേഖലയിലെ മണ്ണും ചളിയും തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളും നീക്കം ചെയ്യാൻ 90 ദിവസമെങ്കിലും വേണം. അതിനും പ്രത്യേക സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരച്ചിൽ എത്ര ദിവസം തുടരണമെന്നുള്ളത് ഇപ്പോൾ അതിലൊരു കൃത്യത നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും നടത്തും എന്നുള്ളത് അവരെ അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ അത് ഇനിയും തുടരേണ്ടതായിട്ടുണ്ട്, നമുക്കറിയാം. അതും അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രാറ്റുവിറ്റസ് റിലീഫ്, അതായത് ദുരന്ത മേഖലയിലെ ആളുകൾക്ക് അടിയന്തര സമാശ്വാസമായൊരു തുക അനുവദിക്കപ്പെടേണ്ടതുണ്ട്. അത് അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്.